കേരളത്തിനെതിരെ വിദ്വേഷ പ്രസ്താവന തുടർന്ന മഹാരാഷ്ട്രയിലെ ബി.ജെ.പി. മന്ത്രി നിതേഷ് റാണ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തിരഞ്ഞെടുപ്പിൽ പിന്തുണച്ചവർ രാജ്യവിരുദ്ധരാണെന്ന് ആരോപണം. ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച മുസ്ലിം ലീഗ് കോൺഗ്രസുമായി തോളോട് തോൾ ചേർന്ന് നിന്നുവെന്നും റാണ. എന്നാൽ നിതേഷ് റാണയുടെ പ്രസ്താവനയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നില്ല എന്ന് ബി.ജെ.പി. നേതാവ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. കേരളം മിനി പാകിസ്ഥാനായി മാറിയിട്ടില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. मैं ये एकदम सहमत नहीं हूं कि केरल मिनी पाकिस्तान है। केरल गॉड जोन कंट्री है, वहां पे बहुत अच्छे लोग रहते हैं। हमारा कल्चर, हमारा जो वहां पे रहने देने का तरीका है एकदम इंडियन है, और ऐसा मैं पूरी तरह से अपोज करता हूं। ऐसे कम्युनल एलिमेंट जरूर है केरल में, लेकिन केरल है और केरल भारत का एक अभिन्न भाग है, और केरल में बहुत अच्छा संस्कृति, और हम सब मलयाली अपने आप को भारतीय समझते हैं. അനൂപ് ദാസ് ചേരുന്നു വിവരങ്ങൾ നൽകാൻ. അനൂപ്, ഇങ്ങനെ തുടർച്ചയായിട്ട് കേരളത്തെ അപമാനിക്കുന്ന വിവാദത്തിലുള്ള പ്രസ്താവനകൾ മന്ത്രി നിതേഷ് റാണ തുടരുന്നത് എന്തുകൊണ്ടാണ്? പുതിയ പ്രസ്താവന എന്ത്? അതിനുള്ള മറുപടി ബി.ജെ.പിയിൽ നിന്ന് തന്നെ ഉയരുകയാണോ? മന്ത്രി നിതേഷ് റാണ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിക്കും അവർക്ക് വോട്ട് ചെയ്ത ആളുകളൊക്കെ രാജ്യവിരുദ്ധരാണ് എന്ന്. അതിനെതിരെ വലിയ പ്രതിഷേധമുയരുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ട് പോലും ആ പ്രസ്താവനയിൽ നിന്ന് പിന്തിരിയാനോ അല്ലെങ്കിൽ ഒരു കേരളത്തോട് ആ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറയാനോ തയ്യാറാവാത്ത മന്ത്രി, ബി.ജെ.പി. മന്ത്രി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആ പ്രസ്താവന വീണ്ടും ആവർത്തിച്ചു. അതായത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വോട്ട് ചെയ്തവരൊക്കെ, തിരഞ്ഞെടുപ്പിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചവരൊക്കെ, സജീവമായി ഇടപെട്ടവരൊക്കെ രാജ്യവിരുദ്ധരാണ് എന്ന് പറയുന്നതിന് പുറമെ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ പ്രവർത്തനം നടത്തിയവരാണ്, അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നാണ്. അതായത് ചരിത്ര വിരുദ്ധമായ പ്രസ്താവന, ഒരു നാടിനെ ആകെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന പ്രസ്താവനയൊക്കെ തുടർച്ചയായി മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും മഹാരാഷ്ട്രയിലെ മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള മറ്റേതെങ്കിലും ബി.ജെ.പി. മന്ത്രിയോ അതല്ലെങ്കിൽ ആ മന്ത്രിസഭയുടെ തലവനോ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ദേശീയ തലത്തിലുള്ള ആരെങ്കിലുമോ ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ പ്രസ്താവന ഭാഗികമായി തെറ്റാണ് എന്ന നിലയിലുള്ള പ്രസ്താവനയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അതല്ലാതെ ഉത്തരവാദപ്പെട്ട ബി.ജെ.പി. സംഘടനാ ചുമതലയുള്ള ഏതെങ്കിലും നേതാവ് മന്ത്രിയെ തിരുത്താൻ ഈ സമയം വരെ രംഗത്ത് വന്നിട്ടില്ല. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.